നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കള്ളിക്കാട് എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കള്ളിക്കാട് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. കുറിഞ്ചി, മുല്ല, മരുതത്തിണകൾ ഇടകലർന്ന പഴയകാല ജനവാസ സങ്കേതമാണ് കള്ളിക്കാട്. കള്ളിക്കാടെന്നാണ് ഇപ്പോൾ ഖ്യാതിയെങ്കിലും ദേശനാമം മുകുന്നറ എന്നായിരുന്നു. നെയ്യാറിൻ്റെ ഇടതുകര മാങ്കരയെന്നും വലതുകര കള്ളിക്കാടെന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ട് കരകളും ചേരുന്നതാണ് മുകുന്ദറ ദേശം. AD 1729 മുമ്പ് കുറച്ചൊരു കാലം മാങ്കരയും കള്ളിക്കാടും രണ്ട് രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു. കള്ളിക്കാട് പേരകത്താവഴിയിലും മാങ്കര വേണാട്ടിലും. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നെടുമങ്ങാട് പിടിക്കുകയും നെയ്യാറിന് കുറുകെ കൽപ്പാലം പണിയുകയും ചെയ്തതോടുകൂടിയാണ് അതിരഴിഞ്ഞത്. ക്രമേണ കള്ളിക്കാടിനായി പ്രാധാന്യം. കള്ളിക്കാട് എന്ന സ്ഥലനാമം അപൂർവമല്ല. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കള്ളിക്കാട് എന്ന സ്ഥലനാമമുള്ളത്. ആലപ്പുഴയ്ക്ക് സമീപം ആറാട്ടുപുഴ പഞ്ചായത്തിലും കൊല്ലത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലും പാലക്കാട് മേഴ്സി കോളേജിന് സമീപവും തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിലും കള്ളിക്കാട് എന്ന പേരിൽ സ്ഥലനാമമുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്കയിൽ കള്ളിക്കാട് എന്ന പേരിൽ ഒരു പ്രദേശമുണ്ടെന്ന് പ്രശസ്ത കൊളാഷ് ചിത്രകാരൻ കള്ളിക്കാട് മനു ചൂണ്ടിക്കാട്ടുന്നു. കള്ളിക്കാട്ടുകാരായ ചിലർക്ക് കൊളംബോ ബന്ധം ഉണ്ടായിരുന്ന കഥ വിസ്മരിക്കുന്നില്ല. എന്തായാലും കള്ളിക്കാട് എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് പരിശോധിക്കാം. കള്ളിച്ചെടികൾ സമ്മാനിച്ചതാണ് കള്ളിക്കാട് എന്ന സ്ഥലനാമം എന്നാണ് പൊതുവെയുള്ള ധാരണ. കള്ളി എന്ന വാക്കിന് കൂവളം എന്നും അർത്ഥമുണ്ട്. മഹാദേവന്റെ നാട്ടിൽ കൂവളം സുലഭമായിരുന്നിരിക്കാം. എന്നാൽ കള്ളിക്കാവാണ് കള്ളിക്കാടായതെന്നാണ് വായ്മൊഴി ചരിത്രം. കള്ളം തെളിയിക്കുന്ന ദേവസ്ഥാനമാണ് കള്ളിക്കാവ്. കാവിനെ കാടെന്നും വിളിക്കാം. കൊട്ടാരത്ത് വിള തമ്പുരാനായിരുന്നു ഒരു കാലത്ത് കള്ളിക്കാടിൻ്റെ ഗ്രാമദേവൻ. തമ്പുരാൻ്റെ തിരുനടയിലായിരുന്നു കളവ് തെളിയിച്ചിരുന്നത്. കുറ്റവാളിയെന്ന് കണ്ടെത്തിയാൽ നാടുവാഴി ശിക്ഷ വിധിക്കും. കാലത്തെ അതിജീവിച്ച് ഈ കാവ് ഇന്നും നിലകൊള്ളുന്നു. ഊട്ടും പാട്ടുമൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടുമില്ല. ഒരു കാലത്ത് കള്ളിക്കാട് പ്രദേശം നാടുവാഴികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. മങ്കാരപ്പിള്ളമാരായിരുന്നു കള്ളിക്കാട്ടെ നാടുവാഴികൾ. കൊട്ടാരത്ത് വിളയും കോട്ടയ്ക്കകവും ഇവരുടെ ആസ്ഥാനങ്ങളായിരുന്നു. വെള്ളനാട്ടെ വീരബാഹു പിള്ളയെപ്പോലെയും നെടുമങ്ങാട് നീലകണ്ഠ പിള്ളയെപ്പോലെയും ആരനാട്ട് പിള്ളമാരെ പോലെയും മങ്കാരപ്പിള്ളമാരും ശക്തന്മാരായിരുന്നു. മങ്കാരമുട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള കോട്ടയ്ക്കകത്താണ് ഇവരുടെ കളരി പ്രവർത്തിച്ചിരുന്നത്. അക്കാലത്ത് സാധാരണ കളരികളെ ഇലങ്കങ്ങൾ എന്നും സൈനിക പരിശീലനമുള്ള വലിയ കളരികളെ കോട്ടകളെന്നും വിളിച്ചിരുന്നു. കോട്ടയും സൈന്യത്തെയും കൈവശം വയ്ക്കാൻ രാജാവിനും വലിയ കച്ചവടക്കാർക്കും മാത്രമേ അക്കാലത്ത് അവകാശമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നായർ പ്രഭുക്കന്മാരായിരുന്ന മങ്കാരപ്പിള്ളമാരും കച്ചവടക്കാരായിരുന്നു എന്ന് അനുമാനിക്കാം. മങ്കാരമുട്ടം ക്ഷേത്രം പിള്ളമാരുടെ അധീനതയിലായിരുന്നു. പിള്ളമാരിൽ അവസാന നാടുവാഴി മല്ലൻ പിള്ളയായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരമേറ്റതോടെ മങ്കാരപ്പിള്ളയെ അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തു. മങ്കാരക്കോട്ടയും കൊട്ടാരവും പിടിച്ചെടുക്കുകയും ഭടന്മാരെ തെക്കൻ കോട്ടകളിലേക്ക് മാറ്റി വിന്യസിക്കുകയും ചെയ്തു. തുടർന്ന് നികുതി പിരിക്കാനുള്ള അവകാശം കോട്ടിയക്കോണം കാരണവർക്ക് കൈമാറി. 8 വീട്ടിൽ പിള്ളമാരോട് മങ്കാരപ്പിള്ള കൂറു പുലർത്തി എന്നതിൻ്റെ പേരിലായിരുന്നു നടപടി. വാവോടിന് സമീപം മാർത്താണ്ഡവർമ്മയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ മങ്കാരപ്പിള്ളയുടെ സൈന്യത്തിന് പങ്കുണ്ടോ എന്ന് മാർത്താണ്ഡവർമ്മ സംശയിച്ചിരുന്നു. മങ്കാരവട്ടത്ത് തന്നെ മറ്റൊരു സൈനിക സങ്കേതം തുറന്നതും അവിടെ പാണപ്പടയെ നിയോഗിച്ചതും ഈ പശ്ചാത്തലത്തിലായിരിക്കാം. മങ്കാരത്ത് കൊട്ടാരം ഇടത്താവളമായി മാർത്താണ്ഡവർമ്മ പ്രയോജനപ്പെടുത്തുകയും ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി തന്റെ ജീവൻ രക്ഷിച്ച കാണിക്കാർക്കായി കരമൊഴിവായി നൽകുകയും ചെയ്തു. ഈ ഉത്തരവിൽ മാർത്താണ്ഡവർമ്മ തുല്യം ചാർത്തിയത് മങ്കാരത്ത് കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. മങ്കാരമുട്ടം ശിവക്ഷേത്രം സംബന്ധിച്ചും ചില കഥകളുണ്ട്. അഗസ്ത്യമുനിക്ക് വേണ്ടി സാക്ഷാൽ മുകുന്ദൻ നിർമ്മിച്ചു നൽകിയതാണ് ഈ ക്ഷേത്രം എന്നാണ് ഒരു കഥ. അതല്ല,
മൂന്നറകൾ ചേർന്ന ക്ഷേത്രമായതിനാൽ മൂന്നറ ക്ഷേത്രം എന്ന് വിളിച്ചു എന്നും കാലക്രമേണ അത് മുകുന്ദര ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു എന്നുമാണ് മറ്റൊരു കഥ. മഹാദേവർ, മഹാവിഷ്ണു, ദേവി എന്നിവർക്കായി മൂന്നറകളുള്ള ക്ഷേത്രമായതിനാൽ മൂന്നറ എന്ന് വിളിച്ചു എന്ന് ഈ കഥയിൽ ഒരു പാഠഭേദമുണ്ട്. അങ്ങനെയല്ല, മുകുന്ദനാമത്തിലും ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നും ശൈവ വൈഷ്ണവ സംഘർഷകാലത്ത് രണ്ടു ക്ഷേത്രങ്ങളും നശിച്ചു എന്നും പിന്നീട് ആയിവംശ നാടുവാഴിയായ ചിണ്ടൻ ഗോദ ചോളകൽപ്പന പ്രകാരം ശിവക്ഷേത്രം മാത്രം പുനർനിർമ്മിച്ചു എന്നും പറയപ്പെടുന്നു. അതല്ല, ശൈവർ മുകുന്ദറ തകർത്ത് ശൈവക്ഷേത്രം സ്ഥാപിച്ചു എന്നും പാഠഭേദമുണ്ട്. എന്തായാലും ആയിബന്ധമുള്ളവരാണ് ക്ഷേത്രം നിർമ്മിച്ചത്. പഴയ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ആന അടയാളം ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. ആയന്മാരുടെ അടയാളമാണ് ആന. കാലം കുറെ കടന്നപ്പോൾ മുകുന്ദറ എന്ന സ്ഥലനാമം തന്നെ ഇവിടെ മായ്ക്കപ്പെട്ടു. അടുത്ത കാലം വരെ മൈലക്കരയും കള്ളിക്കാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം മുകുന്ദറ പാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതും കള്ളിക്കാട് പാലമാണ്. ക്ഷേത്രത്തിന് സമീപം നെയ്യാർക്കടവിൽ പാറയിൽ ഒരു ശിലാലിഖിതമുണ്ട്. ഇത് ഇനിയും വായിച്ചെടുത്തിട്ടില്ല. ലിഖിതത്തിന് അധിക പഴക്കമുണ്ടെന്ന് തോന്നുന്നില്ല. കള്ളിക്കാട്ടെ ജനവാസത്തിന് മഹാശിലാകാലത്തോളം പഴക്കമുണ്ട്. നെയ്യാർ ഡാം റോഡ് നിർമ്മാണ വേളയിൽ കള്ളിക്കാട് ജംഗ്ഷന് സമീപം നടുവിലെ തോട്ടം പ്രദേശത്ത് നിന്ന് ലഭിച്ച ചാടികൾ ഇതിന് മതിയായ തെളിവാണ്. കള്ളിക്കാടിന്റെ ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ചും മാർത്താണ്ഡവർമ്മയുടെ സൈനിക സങ്കേതത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിലാകാം. വീണ്ടും ഒരു ദേശചരിത്രവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.